ഗുണ്ടകളേനൊക്കെ അടിച്ചോടിച്ചതിന് ശേഷം സച്ചി ചോദിക്കുകയാണ്, എന്തിനാപ്പോൾ ഈ കട വിൽക്കുന്നത്, എന്താ അതിൻ്റെ ആവശ്യം എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അയാൾ പറയും, എൻ്റെ പേര് പ്രഭാകരൻ എന്നാ, എൻ്റെ മക്കളൊക്കെ അമേരിക്കയിൽ സെറ്റിൽഡാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവർ വിളിക്കുന്നുണ്ട് എന്നെ വരാൻ പറഞ്ഞിട്ടും. പക്ഷേ എത്ര കാലിച്ചിട്ട് അവിടെയൊക്കെ പോയി നിൽക്കുക. പക്ഷെ എനിക്ക് കുട്ടികളുടെയും മക്കളുടെയൊക്കെ കൂടെ താമസിക്കണമെന്നും ആഗ്രഹമാണ് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് സച്ചി ചോദിക്കും, അപ്പോൾ ഈ സ്ഥലം എത്ര രൂപയ്ക്ക്, അല്ല ഈ ഒരു പ്രോപ്പർട്ടി എത്ര രൂപയ്ക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കണേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അയാൾ ചോദിക്കും, എന്തേ നിനക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടോ ചോദിക്കുമ്പോൾ സച്ചി വരും, എനിക്ക് വാങ്ങാൻ താല്പര്യമൊന്നുമില്ല. ഈ കാർ ഓടിച്ച് നടക്കണ ഞാനെങ്ങനെ വാങ്ങാനാ, അതൊന്നുമല്ല. എൻ്റെ ചേട്ടൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവന് 7-8 ഡിഗ്രി ഉണ്ട്, അതുകൊണ്ട് അവന് ഉപകാരമാവുമല്ലോ എന്ന് വെച്ചിട്ട് ചോദിച്ചതാ പറയും. അപ്പോൾ നീ കാരണം അപ്പം ഞാൻ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്, അതുകൊണ്ട് നിനക്ക് ഞാൻ ബഡ്ജറ്റിൽ ഇത്തിരി ഒരു കിഴിവൊക്കെ തരും എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ സച്ചി ചോദിക്കും, എന്നാൽ ഞാൻ അവനോടും കൂടി ഒന്ന് ചോദിക്കട്ടെ, വീട്ടുകാരോടും ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറയട്ടോ. എന്നെ സച്ചി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ എല്ലാവരും ഈ കാര്യത്തെ പറ്റിയിട്ട് അതിനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സച്ചി പറയും, അതെ ഇങ്ങനെ ഒരു കട ഉണ്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയും, വല്ല മല്ലിയും മുളകും ഒക്കെ പലചരക്ക് കടയാവും, ഇവൻ അതൊക്കെയല്ലേ അറിയുള്ളൂ എന്നിങ്ങനെ പറയും. അപ്പോൾ സച്ചി ചോദിക്കും, അതെന്താ കടയല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ രവി പറയും, നീ പറയുമോ എന്താ കാര്യം, നീ പറയും, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറയും. അപ്പോൾ അച്ഛാ ഇങ്ങനൊരു കട ഉണ്ട്, വലിയ കടയാണ്, AC റൂമാണ്, അതിൻ്റെ ഉള്ളിൽ വെറുതെ ഇരുന്നാൽ മതി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ചന്ദ്ര പറയും, അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല, ഇവൻ കൊണ്ടുവരുന്നത് നിന്നെ നശിപ്പിക്കാനാണ്, നിനക്ക് നല്ലത് വരുന്ന കാര്യങ്ങളൊന്നും ഇവൻ ചെയ്യില്ല എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ശ്രുതി പറയും, അല്ല അപ്പോൾ ശ്രുതിക്കൊക്കെ മുഖം പോകും. അപ്പോൾ വർഷ പറയും, ചേച്ചി ഇത് ആക്ച്വലി നല്ല ഒരു എന്താ പറയുക കടയാണെന്നാണ് തോന്നുന്നത്, ഇത് നല്ലൊരു ഐഡിയ ആണ്, നമുക്ക് എന്തായാലും ഇതൊന്ന് പോയി നോക്കാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ചന്ദ്രൻ പറയും, വേണ്ട മക്കളെ, നിങ്ങളിപ്പം പറയുന്നതൊന്നും കേട്ടിട്ട് ഇതാക്കരുത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി പറയും, എന്തായാലും നമുക്ക് ആ കടയിൽ നിന്ന് പോയി നോക്കാം, എന്നിട്ട് എന്താ വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറയും. അങ്ങനെ സച്ചിവരനെയൊക്കെ ആയിട്ട് വീട്ടിലത്തെ എല്ലാ ആൾക്കാരെയായിട്ട് കട കാണാൻ പോവാം കേട്ടോ. അങ്ങനെ ശ്രുതിനെ പരിചയപ്പെടുമ്പോൾ ഈ ഓണറോട് ശ്രുതി ഭയങ്കര വലിയ ജാടയിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.